ഗായകൻ എം.ജി. ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് കൊച്ചി കായലിലേക്ക് മാലിന്യ പൊതിയെറിഞ്ഞു. ഗായകനിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കി. വീഡിയോ ചിത്രീകരണത്തിനിടെ വിനോദസഞ്ചാരിയുടെ മൊബൈലിൽ പതിഞ്ഞ ദൃശ്യം യുവാവ് തദ്ദേശ വകുപ്പ് മന്ത്രിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആളെ കിട്ടണം, അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1,00,000 ഫൈൻ ഈടാക്കും. ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ 1/4 കൊടുക്കും. അങ്ങനെ ഞാൻ കൃത്യം കണക്കെടുക്കണം. ആകെ 5 കോടിയാണ്. 9446700 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ കിട്ടണം. ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1,00,000 ഫൈൻ ഈടാക്കിയ ദൃശ്യങ്ങളാണ്. അതൊരു 6-7 മാസമായിട്ടുണ്ടാവും ആ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് എം.ജി. ശ്രീകുമാറിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഫോറിനേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ദിസ് ഈസ് എം.ജി. ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് പുള്ളിയല്ല ഇട്ടത്, പക്ഷേ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് ഇട്ടതെന്നുള്ളൊരു വിവരം ആ ഡ്രൈവർ പറയുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി. അപ്പം ഈ എം.ബി. രാജേഷ് സാറിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ റീച്ചായി വന്നത്. പരാതി രേഖാമൂലം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ഇതിനകത്താണെങ്കിൽ നമുക്ക് ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു ഇൻസ്റ്റയിൽ ഞാൻ ആ പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ്, ആ വീഡിയോ കൂടെ റീച്ച് ആയപ്പോൾ മാത്രമാണ് അതിനുള്ള ആക്ഷൻ വന്നത്. 4 മാസം മുൻപ് എടുത്ത ദൃശ്യമേ അതിപ്പോൾ ഈ അടുത്ത 2-3 ദിവസം മുൻപാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ഡിലേ വന്നത് അല്ല, എനിക്കിപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഇത് വന്നത്. ആ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരുള്ളവരും എല്ലാവരും ഒരുപോലെയല്ലേ. അപ്പം അവരിങ്ങനെ ചെയ്തത് എന്താണെന്ന് ഇങ്ങനെ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാറിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടു, രാജ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് എപ്പോൾ കിട്ടും എൻ്റെ 25,000 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ക്യാപ്ഷൻ ഇട്ട് ഞാൻ ഇട്ടത്. 25,000 കിട്ടിയോ? ഇല്ല, 25,000 കിട്ടിയില്ല. എനിക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്നലെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഗോകുൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, പൊതുവിടങ്ങളിലെ മാലിന്യം തള്ളൽ അറിയിക്കാൻ തദ്ദേശ വകുപ്പ് ഒരു വാട്സാപ്പ് നമ്പർ പുറത്തിറക്കിയിരുന്നു. അതിലേക്ക് മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. ജലാശയങ്ങളിൽ മാലിന്യം തള്ളുക, മാലിന്യം കത്തിക്കുക, മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ മന്ത്രിയുടെ ആ ഒരു പോസ്റ്റ് വലിയ തോതിൽ ആളുകൾ ഏറ്റെടുത്തതോടുകൂടിയാണ് നസീം അടക്കമുള്ളവർ ആ വിവരം ശ്രദ്ധിക്കുകയും അതിലേക്ക് 3-4 മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും ഉണ്ടായിരുന്ന ഗ്യാലറിയിൽ ഉണ്ടായിരുന്നൊരു വീഡിയോ എത്തിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അതിന് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തു. ഇപ്പോഴത്തെ നടപടി എങ്ങനെ പുരോഗമിക്കുന്നു? അത് ഒരു 6 മാസം മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ പിന്നീട് ഫോണിൽ നിന്ന് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഷെയർ ചെയ്യാമെന്ന് തോന്നിയത് മന്ത്രി എം.ബി. രാജേഷിന്റെ ഒരു വാർത്താ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖമായിരുന്നു. അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ വാട്സാപ്പ് നമ്പറുണ്ട്, ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി പരാതികൾ ശേഖരിക്കും. അത് എന്ന് ചിത്രീകരിച്ച് തുടങ്ങിയ വിവരങ്ങളും ഡീറ്റെയിൽസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പരാതി മുൻപോട്ട് പോവുകയും തുടർന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. ആരാണ് ഈ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഈ മാലിന്യം വലിച്ചെറിഞ്ഞയാൾ, പൊതുവിടത്തിൽ മാലിന്യം ഉപേക്ഷിച്ച ആൾക്കെതിരെ കൃത്യമായി പരാതികളുമായി മുൻപോട്ട് പോകുമെന്നുള്ളത് ആദ്യകാലത്തെ അറിയിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം, ഈ അഭിമുഖം കണ്ടതിന് ശേഷം വള്ളക്കടവ് സ്വദേശി നസീം MP പരാതിയുമായി രംഗത്ത് വന്നത്. അതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 3-4 ദിവസം മുൻപ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് മന്ത്രി എം.ബി. രാജേഷിനെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. ടാഗ് ചെയ്തിട്ട് എൻ്റെ 25,000 രൂപ എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ചോദ്യത്തോടെ കൂടിയാണ് പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ മന്ത്രി എം.ബി. രാജേഷ് തന്നെ ആ പോസ്റ്റിനെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്തു, ഈ പരാതി വാട്സാപ്പിൽ അയച്ചു തരിക എന്നുള്ളത്. വാട്സാപ്പിൽ നസീം MP തന്നെ ഈ പരാതി അയക്കുകയും ചെയ്തു. വീഡിയോ ദൃശ്യങ്ങൾ അയക്കുകയും ചെയ്തു. തുടർന്ന് ഈ മുളവുകാട് പഞ്ചായത്തിനെ മന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അത് എന്ന് ചിത്രീകരിച്ചതാണ്, അതിൻ്റെ ലൊക്കേഷൻ, ആരുടെ വീടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. തുടർന്നാണ് മുളവുകാട് പഞ്ചായത്ത് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. 25,000 രൂപയാണ് ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. എന്തായാലും അറിയാൻ സാധിക്കുന്നത് ഗായകൻ യാതൊരുവിധ ഒബ്ജക്ഷൻസും കൂടാതെ, യാതൊരുവിധ പരാതികളും കൂടാതെ തന്നെ ഈ പണം ഒടുക്കി എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ മാലിന്യം വലിച്ചെറിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ്, എന്നാലേ നമുക്ക് അറിയുള്ളൂ.